വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് പറഞ്ഞേ, യൂറോപ്യന്മാർ എന്തിനാണ് അവരുടെ രാജ്യത്ത് നിന്നും കപ്പൽ മാർഗം മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് പോയിട്ട് അവരവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്തായിരുന്നു, അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരുന്നു, അത് ഈ പറയുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായ ഇഫക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇതുവരെയുള്ള ക്ലാസ്സുകൾ കൊണ്ട് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിസം വന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇമ്പീരിയലിസത്തെ പറ്റിയാണ്. അതായത് ഈ പറയുന്ന യൂറോപ്യൻ ശക്തിയുള്ള രാജ്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിനെ ഈ മലയാളത്തിൽ ഇമ്പീരിയലിസം നമ്മൾ സാമ്രാജ്യത്വം എന്നാണ് പറയുന്നത്. ഇതുമാണ് സാമ്രാജ്യത്വം അല്ലെങ്കിൽ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്. സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിനോടകം തന്നെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പീരിയലിസവും അതിൻ്റെ മത്സരങ്ങളൊക്കെ കാരണമാണ് നിങ്ങൾ ഒന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ അതിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ബെൽജിയം എന്ന് പറയുന്ന രാജ്യം കേട്ടിട്ടുണ്ട്. ബെൽജിയം ഫ്രാൻസിൻ്റെ മുകളിലിരിക്കുന്ന, ഫ്രാൻസിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന രാജ്യമാണ് ബെൽജിയം. ഈ ബെൽജിയവും ഒരു യൂറോപ്യൻ സാമ്രാജ്യത്വ രാജ്യം അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് കൺട്രി ആയിരുന്നു. അവർ കോങ്കോ എന്ന് പറയുന്ന സ്ഥലത്തെ, അപ്പോൾ ഈ കാണുന്നത് ലിയോപോൾഡ് എന്ന് പറയുന്ന ബെൽജിയത്തിൻ്റെ രാജാവിൻ്റെ ഒരു കാർട്ടൂണാണ്. അന്നത്തെ ഒരു മാഗസീനുണ്ട്. അതായത് ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തമാശ രൂപേണ പറയുന്ന പഞ്ച് എന്ന് പറയുന്ന മാഗസീൻ, ബ്രിട്ടീഷ് മാഗസീനാണ്. ഓക്കെ, സറ്ററിക്കൽ മാഗസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആക്ഷേപഹാസ്യത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മാഗസീനായിട്ടുള്ള പഞ്ചിൽ വന്നൊരു കാർട്ടൂണാണിത്. എന്താ ഇത് കാണുന്നത്? ഒരു കോങ്കോയിലെ ഒരു സാധാരണക്കാരനെ ലിയോപോൾഡ് എന്ന് പറയുന്ന രാജാവ് ഒരു പാമ്പിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ചുറ്റി വരിയുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ സംഭവം മനസ്സിലായി കാണുമല്ലോ. കോങ്കോയിലെ ജനങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള പരിപാടി ഈ പറയുന്ന രാജാവ് ചെയ്തിട്ടുണ്ട്. ഈ പാമ്പിൻ്റെ ഉടൽ നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ ചുരുളുകളായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ റബ്ബറിൻ്റെ കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംഭവമുണ്ട്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും. എന്താണ്? ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു കോളനി ആയിരുന്നു കോങ്കോ. കോങ്കോ ആഫ്രിക്കൻ രാജ്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. യൂറോപ്പിൻ്റെ താഴെയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കോങ്കോയിൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആര് വരുന്നു? ബെൽജിയം വരുന്നു. അതായത് ബെൽജിയം അവരെ കോളനിയാക്കി വെച്ചേക്കുകയായിരുന്നു ഈ പറയുന്ന കോങ്കോ എന്ന് പറയുന്ന സ്ഥലത്തെ. എന്നിട്ട് അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യാവസായിക ശാലകൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള സാധനമായിരുന്നു റബ്ബർ. അപ്പോൾ ഈ റബ്ബർ ഈ പറയുന്ന ബെൽജിയത്തിലെ രാജാവ് എന്ത് ചെയ്തു? നല്ല രീതിയിൽ കോങ്കോയിൽ കൊണ്ടുവന്ന് കൾട്ടിവേറ്റ് ചെയ്തു. കോങ്കോയിൽ കൾട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ എന്തൊക്കെ പറ്റിക്കാണും? അവരുടെ ആഹാരവും അല്ലെങ്കിൽ അവരുടെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് നട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കൃഷി രീതികളൊക്കെ മാറ്റിയിട്ടാണ് ഈ പറയുന്ന കൊളോണിയൽ രാജ്യങ്ങൾ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? അവരുടെ കൃഷി ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റിക്കാണെങ്കിൽ റബ്ബർ വെച്ചെന്നാൽ തിന്നാൻ പറ്റുമോ? ഇല്ല. ഈ റബ്ബർ കൊണ്ട് ആ പറയുന്ന കോങ്കോക്കാർക്ക് വല്ല ഗുണമുണ്ടോ? ഇല്ല. ഇത് അസംസ്കൃത വസ്തുവായിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയലായിട്ട് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ യൂറോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് പ്രോഡക്റ്റായിട്ട് മാറുമ്പോൾ ഗുണം ആർക്കാ? ഈ പറയുന്ന യൂറോപ്യൻ രാജ്യത്തിനാണ്. കോങ്കോക്കാർക്ക് ഗുണമൊന്നുമില്ല. വളരെ തുച്ഛമായ വിലയിലാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഇവരെ ഇത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പട്ടിണിയും പരിവട്ടവും കൊണ്ട് കോങ്കോക്കാർ എന്ത് ചെയ്തു? പൊറുതിമുട്ടി. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കൊണ്ട് കാര്യങ്ങൾ ഏതാണ് പിടികിട്ടി കാണുമല്ലോ. ഓക്കെ, constructing a native of Congo, it highlighted the devastating impact of Belgium's rubber plantation on the people of Congo, an African country. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. Why would Belgium start rubber plantation in Congo? എന്തിനാണ്? ബെൽജിയത്തിൽ സ്വന്തമായിട്ട് കൃഷിയുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? കോങ്കോ ഇവർ പിടിച്ചെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യിപ്പിച്ചു. വാട്ട് മൈറ്റ് ഹാവ് എഫക്റ്റഡ് കോങ്കോ? കോങ്കോയിൽ എന്ത് പറ്റി കാണും? അവരുടെ ഈ പറയുന്ന ഫുഡ് അല്ലെ ഭക്ഷ്യമേഖല മൊത്തത്തിൽ തകർന്നിട്ടുണ്ടാകും. കാരണം അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? യവന്മാർ കൊണ്ടുപോയിട്ട് അതൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് റബ്ബർ നടുന്നത്. ഓക്കെ, വാസ് ബെൽജിയം ദ ഓൺലി കൺട്രി ടു അഡോപ്റ്റ് സച്ച് പ്രാക്ടീസസ്? ഒരിക്കലും അല്ല. യൂറോപ്പിലെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അതുപോലെ ഈ പറയുന്ന ബെൽജിയം, ജർമ്മനി, ജപ്പാൻ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പരിപാടി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഫാക്ടറികളുടെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞപ്പോൾ, ഞാൻ എന്താണ് ഇമ്പീരിയലിസം എന്ന് ഇപ്പോൾ പറഞ്ഞുതരാമേ. ഇപ്പോൾ അതിൻ്റെ അതിലേക്ക് നമ്മൾ വരുന്നതാണ്. ആസ് ദ ഫാക്ടറി പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ഫാക്ടറികളുടെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇവർക്ക് റോ മെറ്റീരിയൽസ് വേണ്ടതായിട്ട് വന്നു. ഓക്കെ, ദോ ദ ഇൻഡസ്ട്രിയലിസ്റ്റ് കൺട്രീസ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സോഴ്സ് റോ മെറ്റീരിയൽസ് എക്സ്ക്ലൂസീവ്ലി ഫ്രം വിത്തിൻ ദെയർ ഓൺ ബോർഡേഴ്സ്. ആസ് എ റിസൾട്ട് ദ കൺട്രീസ് ലൈക്ക് ബെൽജിയം ടേൺഡ് ടു അതർ countries such as Congo to obtain raw materials like rubber. വായിക്കുമ്പോൾ തന്നെ പിടിയിട്ട് കാണുമല്ലോ എന്താണെന്ന്. സ്വന്തം രാജ്യത്ത് വ്യവസായം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻഡസ്ട്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റോ മെറ്റീരിയൽ വേണം. അപ്പോൾ ഇത്രയും റോ മെറ്റീരിയൽസ് ഒക്കെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അവരെന്ത് ചെയ്തു? ഈ പറയുന്ന കോളനികളിലോട്ട് തിരിഞ്ഞു.
ഇനി എന്താ പറ്റിയത്? ഇൻഡസ്ട്രിയലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് അല്ലെ, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് ആരാന്നുള്ളത് അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഈ പറയുന്ന ട്രേഡർ മർച്ചൻ്റ് ക്യാപിറ്റലിസം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വന്നു, ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് വേണം വരാൻ. എല്ലാ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഇത് പറയേണ്ടതെന്ന് വെച്ച് ഞാൻ വിട്ടെന്നേ ഉള്ളൂ. അറിയാമല്ലോ, താഴെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അവിടെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുന്നത്തെ ക്ലാസ്സിലൊക്കെ കാണാം. ശരി, കാര്യത്തിലോട്ട് വരാം. ഓക്കെ, ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. ഇനിയാണ് സംഭവം. കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വിചാരിക്കും ആ പോട്ടെ റോ മെറ്റീരിയൽസ് അല്ലേ, അതുകൊണ്ട് തീരുവൊന്നും ഇല്ല. പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൊട്ടുമുമ്പത്തെ ക്ലാസ് പറഞ്ഞു, ഇവർക്ക് റോ മെറ്റീരിയൽ വേണം. അപ്പോൾ അതിനവരെന്ത് ചെയ്തു? കോളനികളിൽ ചെന്നു. എന്നിട്ട് പറയും, ഞങ്ങൾ പറയുന്ന സാധനങ്ങൾ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യണം, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് രാജാവിന് സോപ്പ് ഇട്ടിട്ട് ഈ ജനങ്ങളെ കയ്യിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് സാധനം വാങ്ങിച്ചോട്ട് അവർ രാജ്യത്തോട്ട് കൊണ്ടുപോയി. ആയിക്കോട്ടെ, സഹിക്കാം, വിട്ട് പോട്ടെന്ന് വയ്ക്കാം. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യവന്മാർ ഈ ചെന്നിട്ട് ഈ പറയുന്ന അവരുടെ സ്വന്തം രാജ്യത്ത് പോയിട്ട് സാധനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പുതിയ പ്രോഡക്റ്റാക്കി മാറ്റും. ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞു, ഈ യൂറോപ്യന്മാരായിക്കോട്ടെ, ഇവർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ എന്താ പറ്റിയത്? തുച്ഛമായ ജോലിക്ക് ആ നാട്ടിലുള്ളവർക്ക് തന്നെ അവരെന്ത് കൊടുത്തുകൊണ്ടിരുന്നത്? ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്? ഒരിടത്ത് ഉള്ളവൻ ഈ ഇൻഡസ്ട്രിയലിസ്റ്റും ക്യാപിറ്റലിസ്റ്റും ഒക്കെ ആയിട്ട് കാശുകാരായിട്ട് മാറുമ്പോൾ അതേ രാജ്യത്തിന് തന്നെ തൊട്ടിപ്പുറത്ത് ചേരികൾ ഫോം ചെയ്യുന്നു, സ്ലംസ് ഫോം ചെയ്യുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താ? ഇവരുണ്ടാക്കുന്ന ഈ സാധനങ്ങൾ വാങ്ങാനും അവരുടെ സ്വന്തം രാജ്യത്ത് ആളില്ലാതായി. അതായത് ബെൽജിയത്തിൽ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബെൽജിയത്തിൽ ഇപ്പോൾ റബ്ബറിനുമായിട്ട് ബന്ധപ്പെട്ട് ടയർ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക. ടയർ വാങ്ങാൻ ബെൽജിയത്തിൽ ആളില്ല, കാരണം ബെൽജിയത്തിലുള്ളവൻ്റെ കാശില്ല. അതവിടെ പറയുന്നത് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ബൈ ഇൻക്രീസിങ് ദ പ്രൊഡക്ഷൻ വൈൽ മിനിമൈസിങ് ദ വേജസ്. അപ്പോൾ എന്താണ്? പ്രോഫിറ്റ് കൂട്ടണം, പ്രൊഡക്ഷൻ കൂട്ടണം, പക്ഷേ ശമ്പളം കൊടുക്കുന്ന കുറയണം അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവർക്ക് കാശ് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഹവർ റെഡ്യൂസിങ് ദ വേജസ് ഡിക്രീസ്ഡ് ദ പർച്ചേസിങ് പവർ ഓഫ് ദ വർക്കേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? ശമ്പളം കൊടുത്തപ്പോൾ ആ രാജ്യത്തുള്ള ആൾക്കാരുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു. പർച്ചേസിങ് പവർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കയ്യിലുള്ള കാശിൻ്റെ അളവ് തന്നെയാണ് നമ്മുടെ പർച്ചേസിങ് പവർ. എനിക്കിപ്പോൾ BMW വാങ്ങാനുള്ള പർച്ചേസിങ് പവർ ഉണ്ടോ? ഇല്ല, കാരണം എൻ്റെ ശമ്പളം അതിനുള്ള തികയത്തില്ല. എന്നെ കൊണ്ട് സ്പ്ലെൻഡർ വാങ്ങാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ നാട്ടിൽ മൊത്തം BMW ഇങ്ങനെ നിരന്ന് കിടക്കുകയാണെങ്കിൽ ഇത് ആരെങ്കിലും വാങ്ങൂ? ഇല്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് എൻ്റെ ശമ്പളം കൂട്ടി തരാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? എന്നാൽ നമുക്ക് ഈ സാധനത്തിനെ കൊണ്ട് എന്ത് ചെയ്യാം? മറ്റേ രാജ്യത്ത് പോവാം. ഏത്? ഇവന്മാർ കോളനിയാക്കി വെച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് അടിച്ചു മാറ്റിയ രാജ്യമല്ലേ. അപ്പോൾ ഇതിനെ തൂക്കി എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. വൈൽ മേക്കിംഗ് ഇറ്റ് ഹാർഡർ ടു സെൽ ദ ഗുഡ്സ് ഡൊമസ്റ്റിക്കലി, ദിസ് ലെഡ് ഇൻഡസ്ട്രിയൽ നേഷൻസ് ടു സീക്ക് മാർക്കറ്റ്സ് അബ്രോഡ്. അപ്പോൾ അവരെന്ത് ചെയ്തു? മറ്റ് മാർക്കറ്റുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന ഒരു ഗതിയില്ലാത്ത കോങ്കോ പോലുള്ള രാജ്യങ്ങളിൽ ഇതൊക്കെ ആരാ വാങ്ങുന്നതെന്ന്. എടാ, എല്ലാ രാജ്യത്തും ധനികരുണ്ട്. എടാ, എല്ലാ രാജ്യത്തും ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ കോളനിയാക്കി വെച്ചു എന്ന് വെച്ച് ഇന്ത്യയിലുള്ള എല്ലാവരും പാവപ്പെട്ടവരെന്നല്ലല്ലോ. ഇവിടെയും പൈസക്കാരുണ്ട്. മെജോറിറ്റി ആയി നമ്മളെപ്പോലുള്ള ഒരു പാവപ്പെട്ടവരാണ് എന്നത് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ദ കോളനീസ് ബിക്കം ബോത്ത് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് എ മാർക്കറ്റ് ഫോർ യൂറോപ്യൻ മാനുഫാക്ചർഡ് ഗുഡ്സ്. അപ്പോൾ എന്തായി? ഈ കോളനികൾ അവരുടെ റോ മെറ്റീരിയൽസ് എടുക്കാനുള്ള സ്ഥലവുമായി, ഈ റോ മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സ്ഥലവുമായി. അപ്പോൾ അങ്ങനെ ചുമ്മാ അങ്ങ് വിറ്റഴിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ പറയുന്ന കോളനികളുള്ള രാജ്യങ്ങൾക്ക് എന്ത് വേണം? ആ പറയുന്ന കോളനികളിൽ, ഫോർ എക്സാമ്പിൾ കോങ്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് വേണം? ഇവരുടെ പൊളിറ്റിക്കൽ പവറും അതുപോലെ തന്നെ എന്ത് വേണം? ഇവരുടെ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ഇവരുടെ കൺട്രോൾ വേണം. അപ്പോൾ അതിന് ഇവരെന്ത് ചെയ്തു? ഇവർ അധികാരങ്ങൾ അവിടെ പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി. ഈ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇമ്പീരിയലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പീരിയലിസം എന്ന് വെച്ചാൽ എന്താണ്? വെൻ എ പവർഫുൾ നേഷൻ, ഒരു ഇൻഡസ്ട്രിയലായി പവർഫുൾ ആയിട്ടുള്ള രാജ്യം ഒരു സാധാരണ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കലും എക്കണോമിക്കുമായിട്ടുള്ള കൺട്രോൾ ഓവർ എ വീക്കർ കൺട്രി, ഓക്കെ, അല്ലെങ്കിൽ ഒരു കോളനി. അപ്പോൾ ഇൻഡസ്ട്രിയലി വെൽത്തി ആയിട്ടുള്ള ഒരു രാജ്യം, ഫോർ എക്സാമ്പിൾ യൂറോപ്പിൽ നമ്മൾ പറഞ്ഞ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇപ്പോൾ പറഞ്ഞ ബെൽജിയം, കുറച്ചുകൂടി നമ്മൾ പറയാൻ പോകുന്ന ജർമ്മനി, അതുപോലെ തന്നെ വരാൻ പോകുന്ന ആരാണ്? നമ്മുടെ ഓസ്ട്രിയ, ഹംഗറി, റഷ്യയോ, അല്ലെങ്കിൽ റഷ്യ പറയാൻ പറ്റുമെന്ന്, റഷ്യയും പറയാം വേണമെങ്കിൽ, റഷ്യ, അതുപോലെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തു? ദേ പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയും ഒരു സാധാരണ രാജ്യത്തിനെ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു യൂസ് ദം ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ. ആ രാജ്യത്തെ തന്നെ ഇവരുടെ റോ മെറ്റീരിയൽ സോഴ്സ് ആയിട്ടും ആൻഡ് ആസ് എ മാർക്കറ്റ് ഫോർ ദെയർ ഓൺ ഗുഡ്സ്, അവരുടെ സാധനങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റായിട്ട് മാറ്റുന്ന ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് വിളിക്കുന്നത്. സോ ഇമ്പീരിയലിസം മീൻസ് വെൻ എ പവർഫുൾ ഇൻഡസ്ട്രിയൽ നേഷൻ ടേക്സ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ കൺട്രോൾ ഓവർ എ വീക്കർ കൺട്രി ഫോർ കോളനീസ് ടു യൂസ് ദം. എന്തിനു വേണ്ടിയിട്ട്? ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ സോഴ്സായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റായിട്ടും അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ട് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പീരിയലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാ സംഭവം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻഡസ്ട്രിയൽ കൺട്രീസിൽ എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. കോട്ടൺ, കോള്, റബ്ബർ പോലെയുള്ളവ. അതെന്ത് ചെയ്യണം?
സോ ദേ ഓൾസോ നീഡ് ന്യൂ മാർക്കറ്റ്സ് അല്ലേ, എന്തിനു വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്. രണ്ടും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, അവരുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ കൺട്രോളുകൾ പിടിച്ചെടുത്തു. എന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ സാധനങ്ങളുടെ വില തീരുമാനിക്കുന്നത് ആര് തന്നെയായിരിക്കും, അവർ തന്നെയായിരിക്കും. നമ്മുടെ അടുത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്ന പരുത്തി ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് തുണികളാക്കി ഇവിടെ കൊണ്ടുവന്ന് കൂടിയ വിലയ്ക്ക് ഇവിടെ തന്നെ വിൽക്കും. എന്നാൽ അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് അവർ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. കാര്യം പിടികിട്ടിയോ? അപ്പോൾ ഇതാണ് സംഭവം. ഇതിനാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അതായത് ഈ കോളനികളായ രാജ്യത്തെ മാക്സിമം നശിപ്പിക്കുക, അതിലൂടെ ഇവരെന്ത് ചെയ്യുക, ശക്തരായിട്ട് മാറുക. അതാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഇമ്പീരിയലിസം എന്ന് പറയും. ഓക്കെ ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. സോ ഇമ്പീരിയലിസം സിസ്റ്റം സിമ്പിളായിട്ട് പറയുകയാണെ, വേർ സ്ട്രോങ്ങർ നേഷൻസ് ഡോമിനേറ്റ് വീക്കർ വൺസ്. ഈ പറയുന്ന ശക്തരായ രാജ്യങ്ങൾ പാവപ്പെട്ട രാജ്യങ്ങൾ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും ഡോമിനേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ട് മാറ്റുകയും അങ്ങനെ ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ കൺട്രോൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നു നമ്മൾ പറയുന്ന ഡെഫിനിഷനൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് മനസ്സിലായിക്കോ. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇതുമായിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതവിടെ നോക്കിക്കും. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഒരു 1800 ആകുമ്പോഴാണല്ലോ 19-ാം നൂറ്റാണ്ട് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ 1850 കഴിയുന്നൊരു സമയം ആയപ്പോഴത്തേക്കും ഓക്കെ, ഇംഗ്ലണ്ടും ഫ്രാൻസുമായിരുന്നു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഇമ്പീരിയൽ പവേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ഇവിടെ ഇരിക്കുന്ന രാജ്യം. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചതാണല്ലേ. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആ ഒരു സമയം കൊണ്ട് ഏതാണ്ട് എവിടെയൊക്കെ നമ്മുടെ ഈ പറയുന്ന വേൾഡിൻ്റെ മേജറായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എന്ന് വെച്ചാൽ ഏഷ്യൻ ഭൂഖണ്ഡം, ആഫ്രിക്കൻ ഭൂഖണ്ഡം, അമേരിക്കൻ ഭൂഖണ്ഡം, ഓസ്ട്രേലിയയിലോട്ടും ചെറുതായിട്ട്, എന്നാൽ അന്റാർട്ടിക്കയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് പോയില്ലെന്നേ ഉള്ളൂ. ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഇവരുടെ എന്താണ് മേൽക്കോയ്മയാണ്. ഇവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ആരൊക്കെയാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് കളി മാറി. മറ്റു കുറച്ച് പുതിയ ആൾക്കാർ വന്നു. ആരൊക്കെ വന്നേ? ജർമ്മനി, ഇറ്റലി, ബെൽജിയം, USA, ജപ്പാൻ പോലെയുള്ള ന്യൂ ഇമ്പീരിയൽ നേഷൻസ് നിലവിൽ വന്നു. എന്ത് പറ്റിയിട്ടുണ്ടാവും? യുവന്മാർക്കിടയിൽ മത്സരം വന്നിട്ടുണ്ടാവും. ഉണ്ടോ ഇല്ലേ? സോ ദ ന്യൂ ഇമ്പീരിയൽ നേഷൻസ് മെയ്ഡ് അറ്റംപ്റ്റ് ടു എക്സ്പാൻഡ് ദെയർ കോളനീസ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ വേൾഡ്. അപ്പോൾ അവരുടെ കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടായി? യുദ്ധങ്ങളുണ്ടായി. ഓൾറെഡി നമ്മുടെ ഇംഗ്ലണ്ട് ഫ്രാൻസും തമ്മിൽ തല്ലാന്നുള്ളത് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? ഇംഗ്ലണ്ട് ഫ്രാൻസിനും കുറേ പുതിയ ശത്രുക്കൾ വന്നു. കാരണം ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ. ഇപ്പോൾ ജർമ്മനി, ഇറ്റലി, ബെൽജിയം ഒക്കെ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളാണ്. USA മാത്രം അപ്പുറത്തുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ US ആൾക്കാരാരാ? ഈ യൂറോപ്യന്മാർ തന്നെ അവിടെ പോയിട്ട് പിന്നീട് USA കോളനി ആക്കുന്നുണ്ട്. അവിടുത്തെ നേറ്റീവ്സ് ഒന്നും അല്ല ഈ പറയുന്ന USA പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? ദിസ് ലെഡ് ടു കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ന്യൂ ആൻഡ് ഓൾഡ് ഇമ്പീരിയൽ നേഷൻസ്. അപ്പോൾ പുതിയ പഴയ ഇമ്പീരിയൽ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ഈ പറയുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ എന്തിനു വേണ്ടിയിട്ട് കാരണമായത്? യുദ്ധങ്ങൾക്ക് കാരണമായത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു യുദ്ധത്തിൻ്റെ പേരാണ് ഒന്നാം ലോക മഹായുദ്ധം, അല്ലെങ്കിൽ ദ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഓക്കെ ആണല്ലോ. ഒന്നാം ലോക മഹായുദ്ധം അത് തുടങ്ങുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ആദ്യം ഒരു കഥ പറയുന്നുണ്ട്. കഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, 1992 ജൂൺ 28 പ്രസിഡൻ്റായിട്ടുള്ള മിറ്ററാൻഡ്, ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മിറ്ററാൻഡ് എവിടെ വിസിറ്റ് ചെയ്യുന്നു? പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ, ഇത് നമ്മളെങ്ങനെ വായിക്കും? SARAJEVO, സാരേ ജേവോ എന്നല്ലേ വായിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ഏത് രാജ്യത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു മാപ്പ് കാണിച്ചു തരാം. ഓക്കെ, എന്ത് കാണിച്ചു തരാം? മാപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഈ മാപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഈ ഒന്നാം ലോക മഹായുദ്ധവും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ കുറച്ച് രാജ്യങ്ങൾ എവിടെയാണെന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടണം. അതായത് നമുക്ക് യൂറോപ്പിനെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം. ഇവിടെ നോക്കിക്കൂടാ, ഇവിടെ കാണാവോ നിങ്ങൾക്ക്? യൂറോപ്പ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ നോക്കണ്ട, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പിക്ചറിലോട്ട് പോകും. ഇവിടെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് പോകാം. ഇവിടെ നോക്കിക്കോ, കാണാമല്ലോ. ഇവിടെ ഞാൻ പറയുന്ന രാജ്യങ്ങളോട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. ഇത് ഇപ്പോഴേ അറിഞ്ഞില്ലെങ്കിൽ പിന്നീട് പഠിപ്പിക്കുമ്പോൾ എന്താ എവിടെയെന്നൊന്നും മനസ്സിലാവത്തില്ല. ഇവിടെ നോക്കിക്കോ, ഈ ഒരു വരയ്ക്ക് ഇപ്പുറത്തായിട്ട് കാണുന്ന ഈ രാജ്യമാണ് എന്ത്? റഷ്യ എന്ന് പറയുന്നത്. പണ്ട് ഇതിൻ്റെ പേര് USSR എന്നാണ്. ഇനി ഇവിടെ കാണുന്ന രാജ്യമാണ് ആര്?
ഫ്രാൻസ് കണ്ടോ, ഫ്രാൻസ് കണ്ടോ, ഫ്രാൻസിൻ്റെ മുകളിലായിട്ടാണ് ബെൽജിയം കണ്ടോ. ഇത് ഇവിടെ കിടക്കുന്ന രാജ്യമാണ് ആര്, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ പറയുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇവിടെ കിടപ്പുണ്ട്. ഇനി ഇപ്പുറത്ത് നമ്മുടെ ഇറ്റലി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയാണ് അല്ലേ, ഇതവിടെ ഇറ്റലി ഉണ്ട്. ഓക്കെ, ഇറ്റലിയുടെ ഇപ്പുറത്തായിട്ട് ബെൽജിയത്തിൻ്റെ ഇപ്പുറത്തായിട്ട് ഫ്രാൻസിൻ്റെ ഇപ്പുറത്തായിട്ട് ആര് കിടപ്പുണ്ട്, അതാ കണ്ടോ, ജർമ്മനി കിടപ്പുണ്ട്. ജർമ്മനിക്ക് വലതുവശത്തായിട്ട് പോളണ്ട്. ഓക്കെ, ഈ പറയുന്ന ഇപ്പുറത്തായിട്ട് ഓസ്ട്രിയയും ഹംഗറിയും പണ്ട് ഇവർ ഒരുമിച്ചായിരുന്നു. 1912 ഓസ്ട്രിയ ഹംഗറി ഒരുമിച്ചായിരുന്നു. ഇവിടെ ക്രൊയേഷ്യ ഉണ്ട്. ഓക്കെ, ഇവിടെ സ്ലോവാക്കിയ, റൊമേനിയ, സെർബിയ, ബൾഗേരിയ എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലം കിടക്കുന്നുണ്ടോ, ഗ്രീസ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ സ്ഥലം ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറിയ രാജ്യം കിടപ്പുണ്ട്. അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ മാപ്പ് സൂം ചെയ്ത മാപ്പ് കാണിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വേറൊന്നുമില്ല, ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഞാനൊരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞില്ലേ, രാജ്യത്തൊരു തലസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ലേ, ഈ സാരേജാവോ എന്നൊക്കെ പറയുന്ന അപ്പോൾ ഈ പറയുന്ന സർജാവോ അല്ലെങ്കിൽ ഈ ജെ എന്ന് പറയുന്ന വാക്ക് അവിടെ സൈലൻ്റ് ആണ്. ആ രാജ്യമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാ ഇവിടെ നോക്കിക്കോ, കണ്ടോ, ബോസ്നിയ എന്ന് കിടക്കുന്നത് കണ്ടോ, ബോസ്നിയ. ഈ ബോസ്നിയയുടെ തലസ്ഥാനമാണ് ഇതാ കണ്ടോ. ഓക്കെ, സരജാവോ. ഓക്കെ, ജെ വേണ്ടെന്നാണ് അതിൻ്റെ ഉച്ചാരണം. നമ്മൾ നോക്കുമ്പോൾ ഈ ജെ അവിടെ സൈലൻ്റ് ആണ്. ഓക്കെ, സരൈവോ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സാരയാവോ എന്നെന്താണ് പറയുന്നത്, ഞാൻ ജാവോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബോസ്നിയ ഇവിടെ നോക്കി വയ്ക്കുക. ബോസ്നിയ, തൊട്ടപ്പുറത്ത് സെർബിയ, തൊട്ട് താഴെ മോണ്ടിനെഗ്രോ, മുകളിൽ ക്രൊയേഷ്യയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ രാജ്യങ്ങളുടെ ഒരു അത് ഇറ്റലി കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഗ്രീസ് കാണാം, അതിൻ്റെ ഇപ്പുറത്തായിട്ട് തുർക്കി കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തുർക്കി ഭാഗങ്ങളൊക്കെ നമ്മുടെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. ഇനി കാര്യത്തിലോട്ട് വരാം. 1-ാം ലോക മഹായുദ്ധം പറയാൻ പോവുകയാണേ. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിന് ഈ 1992 ഒരു ബന്ധവുമില്ല. എങ്കിലും ബോസ്നിയയുടെ തലസ്ഥാനമായിട്ടുള്ള സരജേവോ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രാൻസ് പ്രസിഡന്റ് മിറ്ററാൻഡ് 28 ജൂൺ 1992 പോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോസ്നിയ എന്ന് പറയുന്ന രാജ്യം കുറെ കാലങ്ങളായിട്ട് യുദ്ധങ്ങളും പ്രശ്നങ്ങളും എത്നിക് ഇഷ്യൂസും ഒക്കെ ആയിട്ട് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അവിടെ മിറ്ററാൻഡ് പോയി ഈ പറയുന്ന ജൂൺ 28 1992 ജൂൺ 28 ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റാണ്. ഈ 1-ാം ലോക മഹായുദ്ധം പെട്ടെന്നുണ്ടാകാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും അയാളുടെ വൈഫ് സോഫിയയും ഈ പറയുന്ന ബോസ്നിയയുടെ തലസ്ഥാനമായിട്ടുള്ള സരജേവോയിൽ വെച്ചിട്ട് 28 ജൂണിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, അസാസിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അസാസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാനാണ് ഇവിടെ ഈ പറയുന്നൊരു കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കഥ ഇവിടെ തൽക്കാലം കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ ഈ സ്ഥലങ്ങളോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് 1-ാം ലോക മഹായുദ്ധം പഠിച്ച് കൂടുതൽ പോയ ശേഷം ഇതിലൂടെ തിരിച്ചു വന്ന് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ കഥ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്ന് നിർത്തുകയാണ്. 1-ാം ലോക മഹായുദ്ധം എന്താണ്? 1-ാം ലോക മഹായുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, 1914 തൊട്ട് 1918 വരെ നടന്നൊരു യുദ്ധമാണ് 1-ാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. എന്തായാലും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഗ്ലോബൽ വാർ. എന്താ ഗ്ലോബൽ വാർ എന്ന് വെച്ചാൽ നേരിട്ടോ അല്ലാതെയോ നമ്മുടെ ഭൂമിയിലുള്ള ഒട്ടുമുക്കാൽ രാജ്യങ്ങളും ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? കാരണം അന്നത്തെ ഈ ലോകം മൊത്തം ഏതാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ കയ്യിലായിരുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെട്ട് കോളനികൾ ഇൻവോൾവ് ആവുമല്ലോ. അപ്പോൾ ഒരു തരത്തിൽ ഈ പറയുന്ന ആഫ്രിക്കയും ഏഷ്യയും സത്യം പറഞ്ഞാൽ നേരിട്ട് പങ്കാളികളല്ല എങ്കിൽ പോലും അവരുമൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ലോകത്ത് നടക്കുന്ന ആദ്യത്തെ യുദ്ധമാണിത്. ഇൻ വിച്ച് നിയർലി എവറി കൺട്രി പാർട്ടിസിപ്പേറ്റഡ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇങ്ങനെ 1-ാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് 3 പറയാം. ഒന്ന്, ഇമ്പീരിയലിസ്റ്റിക് റൈവൽറി, അതായത് ഈ ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരവും ശത്രുതയും. എക്സ്ട്രീം നാഷണലിസം, ഈ യൂറോപ്പിലുണ്ടായിരുന്ന 2 ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാർ, ഒന്ന് ജർമ്മൻ സംസാരിക്കുന്ന ആൾക്കാർ ഒരു എക്സാമ്പിളായിട്ട്, അല്ലെങ്കിൽ എന്താണ് സ്ലോവാക്യ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് സ്ലാവിയൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് പിന്നെ നമുക്ക് പറഞ്ഞുതരാം. ഇനി മിലിറ്ററി അലയൻസസ് ഫോം ചെയ്യുന്നു, അതായത് രാജ്യങ്ങൾ തമ്മിൽ പൊളിറ്റിക്കൽ അസോസിയേഷൻ പോലെ ഒരു മിലിറ്ററി അസോസിയേഷനും ഫോം ചെയ്യിപ്പിക്കുന്നു. നമുക്കതിൽ 1-ാമത്തെ കാര്യത്തിലോട്ട് വരാം. ഇവിടെ പറയുന്നൊന്നുമില്ല, ഈ പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് പങ്കുവച്ചതാണ്. നമുക്കതിലോട്ട് വരാം. ഇവിടെ നോക്കിക്കോ, ഇമ്പീരിയലിസ്റ്റ് റൈവൽറി എന്ന് വെച്ചാൽ എന്താണ് സംഭവം? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇമ്പീരിയലിസം വന്നതിന് ശേഷം ഇംഗ്ലണ്ടും ഫ്രാൻസും പണ്ടേ ഉള്ളവരാണ്, എന്നാൽ ജർമ്മനിയൊക്കെ പിന്നീടാണ് വരുന്നത്. ഈ ജർമ്മനിയിലാണ് മെയിൻ പ്രശ്നം തുടങ്ങുന്നത്. ഓക്കെ, ന്യൂ ഇമ്പീരിയലിസ്റ്റിക് നേഷൻസ്
could expand their influence only by capturing territories controlled by the old imperialist powers. അപ്പോൾ ഈ പുതിയ ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങൾക്ക് റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യാനുള്ള വഴി എന്താണ്? ഈ പറയുന്ന കോളനികളെ പഴയുള്ള ആൾക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജർമ്മനി അൺപ്രസിഡൻറ്റഡ് പ്രോഗ്രസ് ഇൻ ദ എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ കോസ്ഡ് കൺസേൺ ഫോർ ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. സംഭവം എന്താ? ഇവിടെ നോക്കിയോ, ഈ പറയുന്ന രാജ്യങ്ങൾക്ക് അടുത്തായിട്ട് കണ്ടോ, ഈ ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും തൊട്ടടുത്തുള്ള രാജ്യമാണ് ജർമ്മനി. ഈ ജർമ്മനി അത്യാവശ്യം നല്ല വിവരമുള്ള ആൾക്കാരുള്ള രാജ്യമാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ കൊണ്ട് അങ്ങോട്ട് കത്തിക്കയറി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഇവർ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ മാറി, അങ്ങനെ വലിയൊരു കാശുകാരായിട്ട് മാറി. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും പേടിയായി. കാരണം ഇവന്മാർക്ക് നല്ല ടെക്നോളജിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന്മാർ അടുത്ത് തിരിയാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന കോളനികളിലോട്ടായിരിക്കും. അപ്പോൾ കോളനി കൈവച്ച് കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങും. അത് പണ്ട് ഓൾറെഡി ഇംഗ്ലണ്ടും ഫ്രാൻസും തന്നെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മച്ച് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക വെർ അണ്ടർ ദ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് കൺട്രോൾ. ഓൾറെഡി ആഫ്രിക്കയും ഫ്രാൻസും ഒക്കെ ആരുടെ കയ്യിൽ തന്നെയാണ്? ബ്രിട്ടീഷുകാരുടെയും ഫ്രാൻസുകാരുടെയും കയ്യിലാണ്. അപ്പോൾ ജർമ്മനിക്ക് ഇനിയുള്ള വഴി എന്താണ്? ഈ കാണുന്ന ഭാഗം കണ്ടോ, ഈ ഓട്ടോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഈ ഒരു ഭാഗം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പിന്നെ ആരുടെ ജോലി? ഇവന്മാർക്കുള്ള ഏക വഴി എന്ന് പറയുന്നത്. ഓട്ടോമൻ തുർക്കികളെ പറ്റിയിട്ട് ഓർമ്മയുണ്ടല്ലോ. തുർക്കികൾ ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ പഠിച്ചിട്ടുണ്ട്. ആ തുർക്കികളുടെ ഈ പറയുന്ന ഭാഗം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ദ ജർമ്മനി ടേൺഡ് ഫോക്കസ് ടുവേർഡ്സ് ദ റീജിയൻ അണ്ടർ ദ ഓട്ടോമൻ എംപയർ. ടു അച്ചീവ് ദിസ് ഒരു ബെർലിനിൽ നിന്നും ബാഗ്ദാദിലോട്ട് റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്ന് തീരുമാനിച്ചു? ബെർലിനിൽ നിന്ന് ബാഗ്ദാദിലോട്ട്. അന്നത്തെ ഒരു മാപ്പാണ് കണ്ടോ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ബൾഗേറിയ, തുർക്കി. കണ്ടോ? ഓക്കെ, ഇവിടെയാണ് ഉക്രൈനും റഷ്യയും എന്നൊക്കെ പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചു, കണ്ടോ, ഈ പറയുന്ന ബെർലിൻ ജർമ്മനിയിൽ നിന്ന് നേരെ ഈ കാണുന്ന ബാഗ്ദാദിലോട്ട് ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കാനായിട്ട് ആര് തീരുമാനിച്ചു? ജർമ്മനി തീരുമാനിച്ചു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഇവർ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഈ പറയുന്ന ഇങ്ങനെ ബാഗ്ദാദിലോട്ട് ഇവർക്കൊരു റെയിൽവേ ലൈൻ വന്നാൽ അതിലൂടെ അവർ ഈ കാണുന്ന സ്ഥലമെല്ലാം പിടിച്ചെടുക്കുമെന്നും അതിലൂടെ ഈ ഫ്രാൻസിൻ്റെ ടെറിട്ടറി നഷ്ടപ്പെടുമെന്നുള്ളത് പ്രശ്നമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവന്മാർ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ജർമ്മനി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജർമ്മനി നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഈ അയൽവക്കക്കാർ തമ്മിൽ വസ്തുതർക്കം ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കത്തില്ലേ? അതുപോലെ തന്നെ ദ പ്രോജക്റ്റ് അലാംഡ് ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ആൻഡ് റഷ്യ ആസ് ദേ ഫിയർഡ് ഇറ്റ് കുഡ് ത്രട്ടൺ ദ സെക്യൂരിറ്റി ഓഫ് ദർ ടെറിട്ടറീസ്. അത് അവരുടെ ടെറിട്ടറി എഫക്ട് ചെയ്യുമെന്ന് തീരുമാനിച്ചു. കോൺസിക്വൻലി ടെൻഷൻസ് ആൻഡ് ഹോസ്റ്റിലിറ്റി ബിഗെയിൻസ് ടു എസ്കലേറ്റ് എമംഗ് ദീസ് നേഷൻസ്. അപ്പോൾ തമ്മിൽ ശത്രുതയും അതുപോലെ എന്താണ് ഈ പറയുന്ന എപ്പോൾ വേണമെങ്കിലും അടി ഉണ്ടാക്കാമെന്ന് ഇപ്പം തുടങ്ങിയില്ലാന്നൊരു അവസ്ഥയിലോട്ട് എത്തി. ഇതാണ് ഒന്നാമത്തെ കാര്യം, ഇമ്പീരിയലിസ്റ്റ് റൈവലറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യവും ഈ എക്സ്ട്രീം നാഷണലിസവും അതുപോലെ തന്നെ ഈ പറയുന്ന ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വിധം ഒരു ഐഡിയ കിട്ടി നിൽപ്പുണ്ടല്ലോ. ഇതവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്ന് നമ്മൾ എക്സ്ട്രീം നാഷണലിസം പറയുമ്പോഴത്തേക്കും നമുക്ക് രാജ്യങ്ങളെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. ഇപ്പം ഞാൻ അത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ബോറടിക്കും. അതൊക്കെ നമുക്ക് അറിയാത്തൊരു ടോപ്പിക്കായതുകൊണ്ട് ഉറക്കം വരും. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇമ്പീരിയലിസ്റ്റ് റൈവലറി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയല്ലോ. എന്താണ് ഈ പറയുന്ന ഇമ്പീരിയലിസം എന്ന് പറയുന്നത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ബാക്കി രണ്ട് ഫാക്ടേഴ്സും അതിലൂടെ എങ്ങനെയാണ് ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഒറ്റ ക്ലാസ്സിൽ നമുക്ക് സെറ്റായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.